ഡേ 2 ആണ്. രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഫോണും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇന്ന് ചേച്ചിയുടെ ഹൗസ് വാമിംഗ് ആണ്. അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റേതായിട്ടുള്ള ഒരു ജഗപൊക പരിപാടിയാണ്. എല്ലാവരും അതത് വർക്കുകളിലും കാര്യങ്ങളും, മെയിനായിട്ട് വർക്ക്സ് ഒന്നും ഇല്ല. നമ്മുടെ ഈ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ശിവൻ്റെ ടെമ്പിളാണ് വരുന്നത്. നല്ലൊരു കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഹൗസ് വാമിങ്ങിനൊന്നും ഒരുപാട് പേരെയൊന്നും വിളിച്ചിട്ടില്ല. പിന്നെ മാമി കാലിക്കറ്റിൽ നിന്ന് വരുമ്പോൾ തന്നെ കുക്കിങ്ങിന് അവിടുത്തെ ഫുഡ് ഉണ്ടാക്കുന്ന കുക്കേഴ്സിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മൾ കാലിക്കറ്റിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രിവാൻഡ്രത്തെ ഫുഡ് ഇഷ്ടമായിട്ടില്ലെങ്കിലോ എന്ന് മാമിക്കൊരു ടെൻഷൻ, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പൂസൊക്കെ ഇവിടെ രാവിലെ തന്നെ എണീറ്റ് റെഡി ആയിരിക്കുന്നുണ്ട്. റിത്തൂസും റെഡി ആയിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ തലയിലാണ് ഇവിടുത്തെ ഹൗസ് വാമിങ് എന്ന മട്ടിലാണ് രണ്ടുപേരും ഓടിച്ചാടി കളിക്കുന്നുണ്ട്. റിത്തൂസ് ഇവിടെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ വർക്കും ടെൻഷനും ഒക്കെ മാറ്റി വെച്ച് എല്ലാവരും ഇവിടെ ഡാൻസിങ്ങിലാണ്. റിത്തൂസ് പുതിയ ഐറ്റം ഡാൻസ് ഇട്ടൊക്കെ എല്ലാവരും ഒന്ന് നോക്കി പോകുന്നുണ്ട്. മാമിയും അച്ഛമ്മയും ഒക്കെ അവൻ്റെ കൂടെ സ്റ്റെപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ പാട്ടൊക്കെ വെച്ചപ്പോൾ ഒരു ജോളി മൂഡായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കാണാം. ഇവരുടെ പാട്ടും കൂത്തൊക്കെ കഴിയുന്ന തക്കം നോക്കി ഞാനിവിടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായിരുന്നു വന്നിട്ടുണ്ട്. ഇന്നെന്തായാലും ഹൗസ് വാമിംഗ് അല്ലേ, ആരെങ്കിലൊക്കെ വരില്ലേ, അവർക്ക് ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട്. റിത്തൂസും റെഡിയായി, ബാക്കിയുള്ളവരൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റെഡിയായി വീണ്ടും തിരിഞ്ഞ് കളി തുടങ്ങി. വീടിൻ്റെ അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇതേ ടേബിളിന് മുകളിൽ സീറ്റ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തോ സീറ്റ്സിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ തോന്നുന്നു. അങ്ങനെ പന്തലിലേക്ക് ഇറങ്ങി, പന്തലിൽ ചെയർസ് ടേബിൾസ് ഒക്കെ റെഡിയാണ്. ഇനി ആളുകൾ വന്നിരുന്ന് ഫുഡ് കഴിക്കേണ്ട താമസമേ ഉള്ളൂ. അങ്ങനെ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളും നൈസായിട്ട് ഫുഡൊക്കെ അടിച്ച് ഇങ്ങനെ കുട്ടപ്പന്മാരായിട്ടിരിക്കുകയാണ്. ഇനി നൈസായിട്ട് വന്ന് സ്കൂട്ടാവേണ്ട പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നൈസായിട്ട് സ്കൂട്ടായി വിഴിഞ്ഞം തുറമുഖം ലക്ഷ്യമാക്കി ഞാനും ഏട്ടനും അപ്പൂസിൻ്റെ അമ്മ, അതായത് ആൻറ്റിയും ഏട്ടൻ്റെ അമ്മയൊക്കെ മാമിയും ഒക്കെ ആയിട്ട് ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ വിഴിഞ്ഞെത്തിയപ്പോൾ ഞങ്ങളുടെ പ്ലാനിങ്ങിൽ ഒരു ചെറിയ മാറ്റം. അപ്പൂസ് പറഞ്ഞു ഇവിടെ അടുത്താണ് ആഴിമല ടെമ്പിൾ, നമുക്ക് അങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചാലോ. അങ്ങനെ ഞങ്ങൾ യാത്ര അങ്ങോട്ടേക്ക് തിരിച്ചു. വീണ്ടും ബസ് മാറിക്കയറി ഇപ്പം നമ്മൾ ആഴിമല ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഓടിയതിന് ശേഷം നമ്മൾ ആഴിമല എത്തി. ഇവിടെ ഭയങ്കര തിരക്കാണ് മക്കളെ, നല്ല ഒരു വ്യൂ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി നടക്കുകയാണ്. നോക്കിച്ച് നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്തെത്തിയ ഒരു പ്രതീതിയാണ് തോന്നുന്നു. ശിവൻ്റെ അതാ ഹെഡ് മാത്രം കാണുന്നുണ്ട്. പിന്നെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. വണ്ടികളൊക്കെ സൈഡാക്കുകയാണ്. നമ്മളവിടെ ഇറങ്ങി. ഇതേ നൈസായിട്ടുള്ള ഒരു ടെമ്പിളാണ്. താഴെ നല്ല വ്യൂ ആണ് കടലിൻ്റെ. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടെ ക്ഷേത്രത്തിനകത്തേക്കുള്ള എൻട്രി കവാടം. അപ്പോൾ നമ്മൾ ആ എൻട്രി കവാടം ലക്ഷ്യം വെച്ച് നടക്കുകയാണ്. എന്താ പറയുക, നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ട്. ശിവൻ്റെ തല മാത്രമേ പുറത്തുനിന്ന് കാണുന്നുള്ളൂ. അകത്തേക്ക് എൻ്റെ പാദങ്ങൾ ഞാൻ പ്രവേശിച്ചപ്പോൾ എൻ്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പുറത്ത് കാണുന്നതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കായിരുന്നു അകത്തുണ്ടായിരുന്നത്. എൻ്റെ പൊന്നോ, ശിവൻ്റെ സ്റ്റാച്ചു ഒരു രക്ഷയില്ല. ഈ സ്ഥലം കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവ സ്റ്റാച്ചു ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഏകദേശം 18 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. അതായത് 58 അടി, 58 അടിയോളം നീളമുള്ള ശിവനാണ്. നമ്മളെവിടെ കിടക്കുന്നു, ശിവൻ എവിടെ കിടക്കുന്നു, ഭയങ്കര ഹൈറ്റിലാണുള്ളത്. മൈൻഡ് എത്ര ഹാപ്പിയാണെന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധം വളരെ എക്സൈറ്റഡ് ഉള്ള ഒരു ഫീല്. ഇന്നലെ കോവളത്ത് പോയപ്പോൾ കൂടി ഇങ്ങനെ ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരിതായിരുന്നു. അപ്പം നമ്മുടെ മൈൻഡ് അത്രക്കും ഹാപ്പിയാണ്. വലിയ ശിവൻ്റെ ഒരു സ്റ്റാച്ചു, അതായത് ഗംഗാധരനാണ്. തലയിൽ ഗംഗാദേവിയായിട്ട് നിൽക്കുന്ന വലിയൊരു ശിവൻ്റെ സ്റ്റാച്ചു. തൊട്ട് പിറകെ തന്നെ താഴെ ഫുള്ള് കടലാണ്. ആ കടലിൻ്റെയും ശിവൻ്റെയും ഒക്കെ വ്യൂ എങ്ങനെയാണ് നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കും മൈൻഡ് ഓസമായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തേക്ക് കടന്നു. ഇവിടെ ലൈറ്റ്സൊക്കെ ഓൺ ആയിട്ടുണ്ട് നൈറ്റ് ടൈം ആകുമ്പോഴേക്കും.
പിന്നെ ബീച്ചിൻ്റെ ഏരിയയിലേക്കൊക്കെ ഒന്ന് പോയി. അവിടെ നിന്ന് ഒരുപാട് സെൽഫീസൊക്കെ എടുത്തു. ശിവൻ്റെ സ്റ്റാച്ചുവിൻ്റെ താഴെ നിന്നും സെൽഫീസ് എടുത്തിട്ടുണ്ട്. വളരെ നമ്മളവിടെയൊക്കെ എത്തി എന്നുള്ളതിൻ്റെ ഓരോ തെളിവുകളായിട്ട്, നമ്മളെ ഓർമ്മകളായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിവനും ഞാനും കൂടെ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഹാപ്പി ആയിട്ടുള്ള വളരെ നല്ലൊരു എൻജോയ്മെൻറ്റ് മൂമെൻ്റ് ആയിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഇത്ര നല്ലൊരു ഫീല് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു ക്ഷേത്രത്തിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. അവിടെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ട്. പിന്നെ താഴെ ഒരുപാട് കുട്ടികളുടെ നേർച്ചയ്ക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു തൊട്ടിലുകളൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി കടലിൻ്റെ ഏരിയയിലേക്കൊക്കെ പോവുകയാണ്. ഇവിടെ എന്തോ അന്നദാനമോ പ്രസാദമോ ഒക്കെ കൊടുക്കുന്നുണ്ട്. ആളുകൾ പ്ലേറ്റിലൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട്. ഈ കടലിൻ്റെ അടുത്തേക്കൊന്നും നമ്മൾ ആരെയും ഇറക്കുന്നില്ല. നല്ല വ്യൂ ഉള്ള ഒരു കടൽ തീരമാണ്. ഇത്ര ശാന്തമായിട്ടാണ് കിടക്കുന്നത്. എല്ലാവരും ഇവിടെ നിന്ന് നോക്കുകയാണ്. നല്ലൊരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ഒരുപാട് പേരുണ്ട്. എന്നാലും നല്ല ഒരു എന്താ പറയുക, നല്ലൊരു അന്തരീക്ഷം, ക്ലൈമറ്റ്സൊക്കെ ആയിരുന്നു. ഇവിടെ നിന്നും നമ്മൾ സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ ലവ് ആഴിമല എന്ന് എഴുതിയിട്ടുള്ള ഒരു നെയിം ബോർഡൊക്കെ കണ്ടു. അവിടെയൊക്കെ പോയി നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പോൾ ഏകദേശം നൈറ്റായി. അങ്ങനെ ഇന്നത്തെ കറക്കം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. രാത്രിയായപ്പോൾ ശിവൻ്റെ ടാറ്റു ദൂരേന്ന് കാണുന്നുണ്ട്. അവിടെ നിന്ന് ഒരു പിക്കൊക്കെ എടുത്തു. പിന്നെ നൈസായിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ഡേ അങ്ങനെ അടിപൊളിയായിട്ട് അവസാനിച്ചു. ഇനി നാളെ കാണാം കേട്ടോ. ബൈ ബൈ, ടാറ്റാ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.